ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളാകുന്നു. ആമേൻ. ഇപ്പോൾ ഏറ്റവും ബഹുമാനമുള്ള പി. ഫിലിപ്പച്ചൻ അനുശോചന്റെ വാക്കുകൾ അറിയിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട അമ്മയെ യാത്ര അയക്കുന്നതായ ഒരു വേളയാകുന്നു ഇത്. താൻ ജീവിച്ചതായ, താൻ കുഞ്ഞുങ്ങളെ മക്കളെ വളർത്തിയതായ തൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം വിട്ട് ഇന്ന് ഈ സമയത്ത് പ്രിയപ്പെട്ട അമ്മാമയുടെ ഭൗതിക ശരീരത്തോടെ നമ്മൾ യാത്രയാക്കുകയാണ്. യാത്ര പറച്ചിൽ എല്ലാവർക്കും വേദനയും സങ്കടവുമാണ്. എന്നാൽ സഭ ഈ ഒരു മരണത്തെ യാത്ര പറയുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. നമുക്കെപ്പോഴും യാത്ര ആദ്യം സങ്കടകരമാണെങ്കിലും, അയക്കുന്നവർക്ക് സങ്കടകരമാണെങ്കിലും, പിന്നീട് യാത്ര പോകുന്നവർ പറയാറുണ്ട് ഇനിയും കാണാം. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന, മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ചിന്ത. ഈ ഭൂമിയിൽ ഒരു ഭവനത്തിൽ അപ്പന്റെ അമ്മയുടെയും മകളായി പ്രിയപ്പെട്ട അമ്മജി ജനിച്ചു. താൻ അവിടെ ജീവിച്ചതിന് ശേഷം ഈ ഭവനത്തിലേക്ക് പ്രിയപ്പെട്ട അപ്പച്ചൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്നു. കുടുംബമായി, മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി അവരെയൊക്കെ വളർത്തി അവരുടെ സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം പങ്കുചേർന്ന് ഈ ലോകത്തിൽ ജീവിച്ചു. വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീണതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോവുകയാണ്. തന്നെ സ്നേഹിച്ചവരെയും തന്നെ കരുതിയവരെയും തന്നെ ശുശ്രൂഷിച്ചവരോടുമൊക്കെ യാത്ര പറയുന്ന ഒരവസരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് യാത്ര അയക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് യാത്ര അയക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭവനത്തിന് ചുറ്റുപാടുമൊക്കെയുള്ള ആളുകൾ. എത്രയോ പേരുടെ സ്നേഹവും കരുതലും ശുശ്രൂഷകളുമാണ് ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ലഭിച്ചത്. ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട അമ്മച്ചിയെ വന്ന് കണ്ടിരുന്നു. മക്കളുടെയും മരുമക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ ശുശ്രൂഷകൾ ലഭിച്ചു. എല്ലാം സ്വീകരിച്ച് താൽക്കാലികമായ ഈ ലോകത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. ഈ കത്തുന്ന മെഴുകുതിരിയും ഈ കുരിശിന്റെ ഒക്കെ ഒരു അടയാളം, ജീവന്റെ പ്രതീകങ്ങളാണ്. നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ അതൊരു വലിയ പ്രകാശമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. കർത്താവേ, ഭവനത്തിൽ നിന്ന് നീക്കമായിട്ട് പ്രിയമാതാവ് യാത്ര പറയുമ്പോൾ പ്രത്യേകിച്ച് വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ മക്കളെ ഏൽപ്പിക്കുന്നു. കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് വേദനകളെ നീക്കിക്കളയണം. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ടുവന്ന മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ തക്കവണ്ണം തുറന്നുള്ള ശുശ്രൂഷയും ദൈവം അവിടുന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്ക് ഉണ്ടാക്കാതെ നമ്മുടെ സ്ഥല പരിമിതികൾ മനസ്സിലാക്കി ശാന്തമായി കണ്ടു കഴിഞ്ഞവർ താപ്പോട്ട് ഇറങ്ങണം. വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ.
സങ്കടകീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിനകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതൻ എന്റെ കഠിന ഭയത്താലെന്നകതാരിളകിടുന്നു. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ പേ നിവാസികളുമേ, സമാധാനത്തോടെ വസിപ്പീ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കുബോധിപ്പിക്കുവാൻ പോകുന്നു. വൈരൂപ്യം സുമുഖ കേകും മൃതിയേ നീ സ്നേഹിതനോടുമോ ദീപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദി ആദാം മക്കൾ
കാനന പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗ്ഗരാജ്യത്തെ ചേർത്ത് കൊള്ളണമേ എന്ന് നമ്മൾ ഞായറാഴ്ച 6-ാമത്തെ തുല്യ പ്രാർത്ഥനയിൽ പറയാറുണ്ട്. നമ്മൾ ഞായറാഴ്ച പട്ടകാലം വിശുദ്ധ കുർബാന അനുഭവിക്കും പറയാറുണ്ട്. കർത്താവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള നോക്കിപ്പാർക്കലാണ്. കർത്താവിന്റെ മണ്ഡലത്തെ ഞങ്ങൾ ഓർക്കുന്നു, ഇതിന്റെ ഉയർത്തത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, ഇതിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കിപ്പാർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് രണ്ടാമത് വരും. എപ്പോഴും എക്കാലവും സൺഡേ സ്കൂളിന് വലിയ പിന്തുണ നൽകുകയും കുഞ്ഞുങ്ങളെ കൃത്യമായി സൺഡേ സ്കൂളിൽ അയക്കുകയും ദൈവവചനം പഠിക്കുന്നതിനും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സഹായങ്ങളും നൽകുന്ന ഒരു ഭവനമാണ്. അതിനേക്കാൾ ഉപരി വിനോദും ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. ചെറിയ വിദ്യാഭ്യാസം വരെയൊക്കെ ഒരേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വളർച്ചയിലും ഞങ്ങളുടെ ഇടപെടലുകളിലുമെല്ലാം ഈ വീരമ്മാമ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി മാറിയിരുന്നു. ഏത് കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതിനും ഏത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനുമൊക്കെ അമ്മാമ കാണിച്ച താല്പര്യത്തെ പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിലും നിരവധി പ്രാവശ്യം പ്രസംഗിക്കുകയും പാട്ടുകൾ പാടുകയും പ്രാർത്ഥിക്കുകയും നല്ലൊരു നേതൃത്വം അമ്മാമ വന്ന പശ്ചാത്തലമൊക്കെ അതിനൊരുപാട് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അമ്മാമയെ ശുശ്രൂഷിക്കുന്നതിൽ മാതാപിതാ പ്രത്യേകിച്ച് മക്കളും മരുമക്കളും കാണിച്ച ആ ഒരു ഉത്സാഹവും താല്പര്യവും എല്ലാവർക്കും മാതൃകയാക്കാനുള്ളതാണ്. ഷിജയും ശശിയും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അവരുടെ വാത്സല്യ മാതാവിനെ വളരെ ഭംഗിയായി ശുശ്രൂഷിച്ചു എന്നുള്ളത് ഏവർക്കും മാതൃകയാക്കിയിരിക്കുന്ന സംഗതിയാണ്. എത്ര പേർക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുന്നവർക്ക് തന്നെയാണ് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ മരിച്ച് അവരോട് ചേർന്ന് കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ബഹുമാനമുള്ള ഈ മാതാപിതാക്കളുടെ നല്ല മാതൃകകളെ പിന്തുടരാൻ സാധിക്കട്ടെ. വിളക്കോട്ടം മാർത്തോമാ സൺഡേ സ്കൂളിന്റെ പേരിലുള്ള എല്ലാ ആദരാഞ്ജലികളും അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മിസ്സസ് വത്സമ ഷമുവേൽ അനുശോചനം രേഖപ്പെടുത്തുന്നതും സീനിയർ സിറ്റിസൺ അംഗങ്ങൾ ഒന്നിച്ച് റീത്ത സമർപ്പിക്കുന്നതുമാണ്. അവരുടെ ജീവിതയാത്രയിൽ കൂടെ നടക്കുവാനൊക്കെ ദൈവം തമ്പുരാൻ കൃപ നൽകി. വിളക്കോട്ടം മാർത്തോമാ ഇടവകയ്ക്ക് ആവശ്യമായ മുൻപുള്ള വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ വിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ നടത്തുവാൻ കർത്താവ് കൃപ നൽകി. ആ മാതാവിൻ്റെ ധന്യമായ ജീവിതത്തിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഒരു വിധത്തിലും മനുഷ്യൻ കൊടുക്കുന്ന സമാധാനത്തിൽ കുടുംബാംഗങ്ങൾക്ക് സമാധാനിപ്പാൻ കഴിയുകയില്ല. എന്നാൽ വചനം നമ്മൾക്ക് ഉറപ്പ് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഈ വലിയ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലുണ്ടെങ്കിൽ മരണം, അച്ഛൻ പറഞ്ഞതുപോലെ കർത്താവെ ഒരു അവസാനമല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുറയ്ക്കുവാൻ കഴിയും. ഈ പ്രത്യാശയിൽ ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം തമ്പുരാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളക്കോട്ടം മാർത്തോമാ ഇടവകയുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ പേരിലുള്ള അനുശോചനം ഈ സമയം അർപ്പിച്ചുകൊള്ളുന്നു. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ലീലമാമ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ കാലം അത്രയും സേവാസംഘത്തിൽ പ്രവർത്തിച്ചു എന്നത്. ഉപവാസ പ്രാർത്ഥനയിലും മധ്യഭാഗം സേവാസംഘത്തിലും നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ സാധിച്ചു. പല ദിവസങ്ങളിലും ദൈവവചനവുമായി ദേവാലയത്തിലും പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ സാധിച്ചിരുന്നു. ഒരു സേമിനി എന്ന മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് പ്രിയ ലീലമാമ. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ നാത്തൂനാണ്. അമ്മാമ്മയുടെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും സേവാസംഘത്തോടും ഉള്ള അനുശോചനവും എൻ്റെ വ്യക്തിപരമായുള്ള അനുശോചനവും അറിയിച്ചുകൊള്ളുന്നു.
ദുഃഖാരായ കുടുംബാംഗങ്ങളെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട ലീലമാമയെ പറ്റി പറയുമ്പോൾ ആവതുള്ള സമയങ്ങളിലൊക്കെയും പള്ളി ആരാധനയിൽ ക്രമമായി പങ്കെടുക്കുകയും അതുപോലെ അമ്മാമ്മയുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എന്ന് വന്നാലും അമ്മാമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കുന്നതായ ഒരു അമ്മാമ്മയാണ്. പിന്നെ അമ്മാമ്മയുടേതായ കുഞ്ഞുങ്ങളുടേതായ ഭാവിയെപ്പറ്റി കാണുവാനും കുഞ്ഞുങ്ങളുടെ ഉയർച്ചയെ കാണുവാനൊക്കെ അമ്മാമ്മയ്ക്ക് കാണുവാനായി സാധിച്ചു. കൊച്ചുമക്കളെ നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി, നല്ലൊരു വലിയമ്മച്ചിയായി ജീവിപ്പാൻ, കുഞ്ഞുങ്ങളുടെയൊക്കെ നന്മ കാണുവാൻ ഒക്കെ ദൈവം അമ്മാമ്മയ്ക്ക് ഇടയായി തീർന്നു. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരമാണ്. അമ്മാമ്മയെ സംബന്ധിച്ച് 77 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. അതിലുപരിയായിട്ട് അമ്മാമ്മയ്ക്ക് നല്ല ഒരു ക്രിസ്തീയ ജീവിതം ദൈവം തമ്പുരാൻ ദാനമായി തന്നു. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ടൊക്കെ അമ്മാമ്മയ്ക്ക് സാധിച്ചു. പിന്നെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. അവൾ സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് കാണാമെന്നുള്ളതായ ഒരു വലിയ പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ നല്ലപോർ പൊരുതു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കോണം സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. സർവാശ്വാസനായ ദൈവം തമ്പുരാൻ്റെ ആശ്വാസമാകുന്ന നിങ്ങളാൽ അവരെ ഭവനത്തെ ആകമാനം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വലിയ വാക്കിൽ നിന്ന് വരുന്നു. ബഹുമാനമുള്ള അച്ഛന്മാരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, കടന്നു വന്നിട്ടുള്ള ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. 77 സംവത്സരക്കാലം ലീലമാമയ്ക്ക് ലോകത്ത് ജീവിപ്പാൻ, മക്കളെയും കൊച്ചുമക്കളുടെയും എല്ലാം സ്നേഹവായ്പകൾ ഏറ്റുപോകാൻ സർവശക്തനായ ദൈവം അനുവദിച്ചു. സമയമായപ്പോൾ കർത്താവ് വിളിച്ചു തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ദൈവവചന ശുശ്രൂഷയിലും എല്ലാ പ്രാർത്ഥനയിലൊക്കെ സജീവ പ്രവർത്തകയായിരുന്ന ഈ ലീലമാമയെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും ലീലമാമയുടെ അന്ത്യയാത്രയെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളട്ടെ. ലീലാമ്മ ജേക്കബ്, 77 വയസ്സുള്ള അമ്മാമ, നമ്മുടെ കുടുംബാംഗം, നമ്മുടെ ദേവകാംഗം. ഇന്ന് രാവിലെ 8 മണിയായപ്പോൾ ഭൗതിക ശരീരം വിനോദിൻ്റെ വീട്ടിൽ നെല്ലിപ്പള്ളിയിൽ യാത്ര പറഞ്ഞു. അതിനുശേഷം പ്രിയമകൾ ഏറെക്കാലം വസിച്ചതായിട്ടുള്ള ഭവനത്തിൽ, അനുയുടെ ഭവനത്തിൽ നിന്ന് യാത്രയപ്പ് നൽകി. അതിനുശേഷം പ്രിയമകൾ ആരാധിച്ചതായ ഈ ഭൗതിക ശരീരം വന്നിരിക്കുന്നു. അന്ത്യയാത്രയപ്പ് ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ പ്രിയ മകളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എനിക്ക് മുമ്പ് പറഞ്ഞതായ അച്ഛന്മാരും ഒരുപാട് പേര് അനുശോചന വാക്കുകളിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമയപരിമിതിയോട് വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്തിലെ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം, ഏത് കുടുംബത്തിൽ പാർക്കണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം, എന്തായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ ദൈവമാണ്. എന്നാൽ കഴിഞ്ഞ 77 വർഷക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ധന്യവുമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ട ലീലമാമയ്ക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് നമ്മൾ ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അതിന് കാരണം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു. അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന് നല്ല ഒരു നേതൃത്വം കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട ലീലമാമയ്ക്ക് സാധിച്ചു. മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളതാണ്. സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് വരുവാനായിട്ട് വിനോദിനായാലും അനിക്കായാലും കുടുംബാംഗങ്ങളെ എല്ലാവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രിയമകൾ ആവോളും അഹോരാത്രം പ്രവർത്തിക്കുകയുണ്ടായി. അവരുടെ പ്രവർത്തനം കൊണ്ട് വരിമുറിയാതെ ഇടമുറിയാതെ രാവിലെ തൊട്ട് ഈ സമയം വരെയും എത്രമാത്രം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം
ഈ കുടുംബം അത്രമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കുടുംബമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഈ മാതാവിനെ ഈ മക്കൾ എങ്ങനെ ശുശ്രൂഷിച്ചു. ഈ മക്കൾ മാതാവിനെ ശുശ്രൂഷിച്ചതിൽ ഉപരിയായിട്ട് ഈ മാതാവിനെ ശുശ്രൂഷിപ്പാൻ ഈ മക്കൾക്ക് സാധിച്ചു. എനിക്ക് മുമ്പ് പറഞ്ഞതായിട്ടുള്ള റോയ് സാറ് പറഞ്ഞല്ലോ, ഇവിടെ പലർക്കും കിട്ടാത്തതായിട്ടുള്ള നല്ല കെയറാണ് നീലമാമിക്ക് ഈ മക്കൾ നൽകിയത്. എങ്ങനെയാണോ അവരെ ചേർത്ത് പിടിച്ചത് അതിലുപരിയായിട്ട് ചേർത്ത് പിടിക്കുവാൻ ഈ മക്കൾക്ക് സാധിച്ചു. 2 മാസമായിട്ട് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഭവനത്തിൽ കൊണ്ടുവന്നും ഒക്കെ നല്ല ചികിത്സയും നല്ല സംരക്ഷണവുമാണ് ഈ പ്രിയമക്കൾ നൽകിയത്. ക്രിസ്തീയ കുടുംബത്തിന് മാതൃകയായ നല്ലൊരു സംരക്ഷണം അനേകരെ ഇന്ന് വയോധികരെ തള്ളിക്കളയുന്ന കാലഘട്ടത്തിൽ ഈ മാതാവിനെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച, മാതൃകാപരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഷീജയാണെങ്കിലും അനിയാണെങ്കിലും എല്ലാം ഇപ്പോൾ ഷീജ അതിനിടയ്ക്ക് റേഷൻ കടയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് വിനോദ് എല്ലാ ദിവസവും പ്രഭാത സമയങ്ങളിൽ അവിടെ വന്ന് പ്രിയ മാതാവിനെ കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് കാണുകയുണ്ടായി. ഈ പ്രിയ മാതാവ് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ 3 ദിവസത്തിന് മുമ്പ് അവിടെ പോയി, മരിക്കുന്നതിന് 3 ദിവസത്തിന് മുമ്പ് പോയ സമയത്ത് അമ്മാമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. അവിടെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ അമ്മാമ്മ സുബോധത്തോടെ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ വിനോദ് പറയുകയാണ്, അച്ഛാ അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്നു, ഒരു കുർബാന കൊടുക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ ചെന്ന് കണ്ടു. അച്ഛൻ ചെന്ന് കണ്ടപ്പോൾ തൈലാഭിഷേക ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും കൈക്കൊണ്ട് ഒരു നല്ല യാത്രയപ്പ് ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ഇന്ന് അനേകർക്ക് ലഭിക്കാത്തതായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രിയമകളെ സ്നേഹിക്കുകയും കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് നമുക്കേറെ അഭിമാനമാണ്. ഈ കുടുംബം, കല്ലേലി കുടുംബം, വിളക്കോട്ടം ഇടവയ്ക്ക് ഏറെ അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കുടുംബത്തിന്റെ നഷ്ടം മാത്രമല്ല, ഇടവകയുടെ നഷ്ടം, ദേശത്തിന്റെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എങ്കിലും 1-2 കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ പ്രിയപ്പെട്ട ലീലമ്മാമയും ജോയിച്ചാൻ അലക്കി തയ്ച്ച ഉടുപ്പിട്ട് അമ്മാമ്മ ഒരു നല്ല സാരിയൊക്കെ കൊടുത്ത് ബൈബിളും ക്രിസ്തീയ കീർത്തനമൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലേ നടന്നു വരുന്നതായിട്ടുള്ള കാഴ്ച ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. വിശ്വാസികൾക്ക് മാതൃകയാണ്. എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ പള്ളി ആരാധനകളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കാറുണ്ട്. ജോയിച്ചാൻ ഇടവകയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാറുണ്ട്. അച്ഛന്മാരായാലും ശുശ്രൂഷകർക്കായാലും ആ കുടുംബം മാർത്തയുടെയും മറിയയുടെയും ഭവനം പോലെ അതിഥികളെ സ്നേഹിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഭവനമാണ്. അമ്മാമ്മ ഇവിടെ കടന്നു വന്ന് അമ്മാമ്മ ഏറ്റവും ഫ്രണ്ടിലിരിക്കത്തില്ല, ഏറ്റവും ബാക്കിലിരിക്കത്തില്ല, നടുക്കിരിക്കും. ആ വിശുദ്ധ കുർബാന ഭയഭക്തിയോടെ ഉൾക്കൊള്ളും, ആരാധനയിൽ പങ്കെടുക്കും. അതിനുശേഷമായിട്ട് പ്രാർത്ഥിക്കുവാൻ പറയുന്ന സമയത്ത് നല്ല ഈ ആലയത്തിൽ മൈക്കൊന്നും വേണ്ട, എല്ലാവർക്കും കേൾക്കത്തക്ക നിലയിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വളരെ ആത്മഭാരത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദേശത്തിന് വേണ്ടിയല്ല, ഇടവയ്ക്ക് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഒരു മാതാവ്. അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. ആ കുടുംബത്തിന് നഷ്ടമാണ്, ഇടവകയ്ക്ക് നഷ്ടമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. നമ്മളിത് മാനസികമായ നിലയിൽ ദുഃഖിക്കുന്നത്. ഈ നിമിഷങ്ങൾ ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളാണ്. ഈ ഇടവകയെ സ്നേഹിക്കുകയും സഭയെ സ്നേഹിക്കുകയും ഈ ദേശത്തേക്ക് സ്നേഹിച്ചതായ ഒരു മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. ആദരാഞ്ജലികൾ അർപ്പിച്ച, അനുശോചനം അർപ്പിച്ച എല്ലാ മനുഷ്യരും ഒരുപോലെ അടിവരയിട്ട് ഓർമ്മിപ്പിച്ചതാണ് പ്രിയ മാതാവിൻ്റെ ആത്മീകമായ ജീവിതം. നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടാകും. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയുമ്പോൾ അത് ദൈവികമായ സാക്ഷ്യമാണെങ്കിൽ തീർച്ചയായും സ്വർഗം സന്തോഷിക്കുന്നതായ നിമിഷങ്ങളാണ്. പ്രിയ മാതാവിനെ കുറിച്ച് ഇന്ന് ധാരാളം സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുവാനായിട്ടിടയായി.
തീർച്ചയായും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചതായ ഒരു ജീവിതം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമുക്ക് തീർച്ചയായും പ്രിയമാതാവിനെ കാണുവാനായിട്ട് സാധിക്കുമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. തനിക്ക് ലഭിച്ചതായ ദൈവികമായ ജ്ഞാനത്തെ തലമുറകളിലേക്ക് പങ്കുവയ്ക്കുവാൻ പ്രിയമാതാവിനിടയായിത്തീർന്നു. ഈ ഇടവഴിക്ക് പങ്കുവയ്ക്കുവാൻ ഇടയായിത്തീർന്നു. രോഗശയ്യയിലായിരിക്കുന്നതായ സന്ദർഭങ്ങളിൽ പ്രിയമാതാവിനെ സന്ദർശിപ്പാൻ പല തവണ അവസരം ലഭിച്ചു. അപ്പോഴൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഏറെ ഭക്തിയോടെ, ഏറെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതാണ് കാണുവാനായിട്ട് ഇടയായത്. ഞാൻ വളരെയധികം സ്നേഹിച്ചതായ ഒരു മാതാവാണ്. ഇപ്പോൾ ഭവനത്തിൽ ചെന്നാലും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇടവകയും സഭയെയും പുരോഹിതരെയും ഒക്കെ ദൈവ വേല ചെയ്യുന്നവരെയൊക്കെ സ്നേഹിച്ചതായ ഒരു മാതാവ്. തീർച്ചയായും പ്രിയമാതാവിൻ്റെ വേർപാട് സഭയ്ക്ക് ഒരു വലിയ നഷ്ടമാണ്, ഇടവകയ്ക്ക് ഒരു വലിയ നഷ്ടമാണ്, ഈ ദേശത്തിനൊരു വലിയ നഷ്ടമാണ്. തീർച്ചയായും ദൈവം എല്ലാവിധമായ കൃപകൾ നൽകി പ്രിയ മാതാവിനെ ഇവിടെ ആക്കി വെച്ച് എങ്കിൽ അതിനൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അത് നിർവഹിച്ച് പ്രിയ മാതാവ് മടങ്ങിപ്പോകുന്നു. നമുക്ക് ആ പാതകളിൽ സഞ്ചരിപ്പാൻ വലിയവനായ ദൈവം നമ്പുരാൻ അവിടുന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. 2 മക്കൾ, അവരുടെ കുടുംബങ്ങൾ, അതുപോലെ തന്നെ സഹോദരങ്ങൾ അമേരിക്കയിൽ നിന്നൊക്കെ കടന്നു വരുവാനായിട്ട് ദിവസങ്ങളോളം യാത്ര ചെയ്ത് പ്രിയമാതാവിനെ കാണുവാൻ കടന്നു വന്ന സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ മാതാവ് വെച്ചിട്ട് പോയതാണ് ജീവിത മൂല്യങ്ങളെ പിൻപറ്റുവാൻ വലിയവനായ ദൈവം നമ്പുരാൻ അവിടുന്ന് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ അനുശോചനം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞുവല്ലോ. ഒരിക്കൽ കൂടി ഇടവകയുടെ സഭയുടെ അനുശോചനം ഈ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വ്യക്തിപരമായ അനുശോചനം, എൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവർ അനുഭവിച്ചതായ ദൈവകൃപയെ മുന്നിൽ നിർത്തി നന്ദി പറയുവാനായിട്ട് ഷീജ ജോൺ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇടവ വികാരി വിജയ ഡാനിയൽ അച്ഛൻ, ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഡാനിയൽ മാത്യു അച്ഛൻ, ഫിലിപ്പ് അച്ഛൻ, ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്നത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനും ജനിച്ചാൽ മരണമുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും വേദനകളും എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ പ്രിയം വെച്ചവൻ്റെ അടുത്തേക്ക് യാത്രയായിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയ മാതാവ്. പ്രിയ മാതാവിനെ പ്രത്യാശയോടെ യാത്ര അയക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. എനിക്ക് അമ്മയുമായി 22 വർഷക്കാലം ദൈവം എന്നെ അനുഗ്രഹിച്ചു ജീവിക്കുവാനായിട്ട്. അമ്മ ഞങ്ങളെ എല്ലാവരെയും കരുതലോടും സ്നേഹത്തോടും നോക്കിയാണ് വളർത്തിയിരുന്നത്. കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി സ്ട്രോക്കിൻ്റെ അസ്വസ്ഥതയാൽ കിംസ് ഹോസ്പിറ്റലിലും ഭവനത്തിലുമായി 2.5 മാസത്തോളം ഭവനത്തിൽ കഴിയുകയായിരുന്നു. ഈ മാസം 22-ാം തീയതി 11:50 ഞങ്ങളുടെ അമ്മയെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. രോഗത്തിൻ്റെ അവസ്ഥയിലും പ്രാർത്ഥനയോടുകൂടി അതിനെ ധൈര്യത്തോടെ നേരിടുവാൻ അമ്മയ്ക്ക് സാധിച്ചു. ഈ വേർപാടിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലും ഫോണിലുമായൊക്കെയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുവച്ച എല്ലാവരോടുള്ള നന്ദി ഈ സമയം ഓർക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ ഇടവ വികാരി വിജയ ഡാനിയൽ അച്ഛനോട് കൊച്ചമ്മയോടുമുള്ള നന്ദിയാണ് അറിയിക്കുന്നത്. ഭവനത്തിലും ഹോസ്പിറ്റലിലും പ്രാർത്ഥനയിലുമൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിച്ചായ അച്ഛനെയും കൊച്ചമ്മയും
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന എല്ലാ ഇടവക ജനങ്ങളെയും, അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ അന്യമതസ്ഥരെയും, എല്ലാവരെയും, സുവിശേഷകരെയും, ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് അമ്മയെ സന്ദർശിച്ച ദാനിയേൽ മാത്യു അച്ഛൻ, ഫിലിപ്പ് അച്ഛൻ, ജേക്കബ് അച്ഛൻ, ജോബിനച്ഛൻ, ഇങ്ങനെ എല്ലാ അച്ഛന്മാർക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയിലും തൈലാഭിഷേക ശുശ്രൂഷയിലും മധ്യഭാഗം എ കൂട്ടക്കാരുടെ പങ്കുചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ രാഷ്ട്രീയമായും മതപരമായും സാമൂഹ്യമായും എല്ലാം വന്ന് പങ്കെടുത്ത ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവർക്കും നന്ദി കരയേറ്റുന്നു. കൂടാതെ മുൻ കൗൺസിലായിരുന്ന സുഭാഷ് ശ്രീനാഥനും സഹപ്രവർത്തകർക്കും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ, KSRDA അസോസിയേഷൻ, TSOമാർ, DSO, RIമാർ ഇങ്ങനെ വന്ന് സഹകരിച്ച എല്ലാവരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും ഞങ്ങൾക്ക് വേണ്ട സഹായവും ചെയ്തു തന്ന പത്തുപറ ഫിനിക്സ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനോടും കൂടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും ലോകവും സിദ്ധപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നിലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തുന്നേൽപ്പിനാൽ ഞങ്ങളെ ഉയർത്തുന്നേൽപ്പ് നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്നും മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാരത്തിന് ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വസഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്തോടെ നീ എഴുന്നേൽക്കുകയും ഭൂതലത്തെ നീതിയോടെ നീ ന്യായീകരിക്കുകയും ഓരോരുത്തരന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായി കുഞ്ഞുങ്ങളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയത്തവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ളവരെ എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരകളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതുമായ മിശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിന് യോഗ്യമായിരിക്കുന്നത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകലത്തിന്റെ ഉടയനും ആത്മാക്കളുടെ ശരീരങ്ങളെ സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറങ്ങുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ശുശ്രൂഷ കരുണയോടെ കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന തുറമത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസ്തരങ്ങളിലും
നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും കൂടെ വിശുദ്ധിവതികളോടും കൂടെ ചേരുകയും മാലാഖമാരോട് ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപാർജനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിലും സന്തോഷപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരങ്ങളിലും വേദനകളും ദുഃഖങ്ങളും നിർക്കുനിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനങ്ങളിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെ ആത്മീക സന്തോഷത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സലിവുള്ളവനും കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞുമറിയാതെയും മനസ്സോട് മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യ സന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർക്കുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസൊഴികെ ഉച്ചവരെയോ ഉണർവാച്ചവരെയോ മാറ്റുള്ളോരെയോ ഓടിയാവൻ പാപികളെ തേടി നാടന്നു ആടേലോഴി ഞാതരവാ പാടേ ചേർന്നിടുവേ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അനാഥത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ ഇടയ രാജ്യങ്ങൾക്ക് ഉയർത്തുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത മുതിപ്പിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഓശോ വബുകുലു സുബ്ഹാനല്ലാഹി. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവനരേഖത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലകി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലെങ്ങളെ നീ മനഞ്ഞു നിന്നാറ്റ ലംഘിച്ചിയടിയാ. പാവം ചെയ്തതിനാ എങ്ങളെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിതിയേ. പാപം ചെയ്തതിയാ കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. വേറൊന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടും നിങ്ങൾ കൃപ തോന്നിയിടണമേ. ഭയങ്കരമാമ്പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ ശ്രീബായുധങ്ങൾ
തുണയായി നിൽക്കണമേ. തന്നെത്താൻ അർപ്പിച്ചായി ബലിയായി തീർന്നോനേ, നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നത മണവാളെ ഉദിക്കും നേരത്തു ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടോ. മഹത്വം ദാതേനോ ബഹുമതി ദാതേനോ വന്ദനവോ സ്തുതിയോ വിശുദ്ധാരോഹായിക്കോ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസിയെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നവളെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബത്തിലുള്ളവരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ നീ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവളും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവിനെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ഓശോ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും വാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തികവുള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവേനോ പ്രതിഫലം നൽകുന്നാതേ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജേ തിരുസന്നിധോ നിന്നിടുന്നു. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. താതനാകും ദൈവത്തിനു മഹത്വവും തൻ സുതനോ പരിശുദ്ധാരോഗായ്ക്കോ സ്തുതിയോ എന്നേക്കോ ആമീൻ. തന്റെ പുത്രനെ അയച്ച പിതാവിന് മഹത്വവും മരിക്കുകയും മാതാവിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന് വന്ദനവും പരിശുദ്ധ റൂഹായിക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസവുമാകുന്നു. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള
പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായേ. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാവുന്നു. മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാവുന്നു. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നെ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിലും നിനക്ക് സ്തുതി. ആമേൻ. കർത്താ വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. ദീനതയിൽ എന്നും വയ്പാൻ കഴിവില്ലാത്ത ആയുസ്സിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. ആദാം മുതൽ തലമുറ തോറും മരണം തന്റെ ഗതിയെ പിരിച്ച് ഗോത്രമെല്ലാം നശിപ്പിച്ചിടുന്നു. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുൾകാരുൾകാദേവാനുഗ്രഹിക്ക അനുതാപേ നീ. ഭാഗ്യവാനായ പൗലോസ് കഴിയ 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരൻ നിദ്ര കൊണ്ടുവളർന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ നിന്നോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ യേശിക്കുന്നവരായ നാം നിദ്ര ഉള്ളവരെ മുൻപിലുള്ളതിനെ കർത്താവിന്റെ വചനത്താൽ ഈ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാനതോതിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവനോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കാം. സഹോദരി, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുവിശിഹായ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ വന്നവനും പരിപാലിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി സ്തുതി. തന്റെ നീറുന്ന അവിടെ മേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. കന്യകമറിയാമിൽ നിന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് അവൻ ഇപ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. സ്വർഗരാജ്യം തങ്ങളുടെ ദീപേഷ്ടികളെ എടുത്ത് മണവാളനെ എതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവർ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപേഷ്ടികൾ എടുത്തു, എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപേഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ചുറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ആ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുവിന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി മണവറയിൽ പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം മറ്റേ കന്യകമാരും വന്ന്, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവൻ ഉത്തരമായിട്ടവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്
സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെയും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായസോ എന്ന് പ്രതിവാക്യമായി ചൊല്ലേണോ. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മെസ്സിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് ഭരണത്തിൽ നിന്നും ജീവനെങ്കിലെ കടന്നിരിക്കുന്നുവെന്ന് ചരുളി ചെയ്തവനുമായ ഞങ്ങളുടെ മെസ്സിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിഹാ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ദാനിയേൽ മാത്യു അച്ഛനുമാണല്ലോ പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള വലിയ സന്തോഷം നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യം നമുക്കുണ്ട്. അതിനാൽ എത്രയും വേഗം തന്നെ ഈ ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് സെമിത്തേരിയുടെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചിതമുണ്ടാകാം, ഇല്ലാതിരിക്കാം. വണ്ടി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ധാരാളം വണ്ടി ആ ഇടത്തിൽ ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുകൊണ്ട് അത്യാവശ്യമുള്ള വണ്ടികൾ ഉപയോഗിക്കുകയും ആളുകൾ കടന്നു വരികയും ചെയ്യണം എന്നുള്ളത് സ്നേഹത്തോടുകൂടി അറിയിക്കും. ആർക്കെങ്കിലും ഇപ്പോൾ കാണാനായിട്ട് താല്പര്യപ്പെടുന്നുവെങ്കിൽ മുന്നോട്ട് കടന്നു വരാവുന്നതാണ്. മാധുരം പ്രദേശം അല്ല പാർത്തിടം പാപമാദീനാൽ മരണം വാ
ദൈവോ ഏതു സത്യം ദൈവകോപമതിനാൽ ശാപപാത്രമായല്ലോ മാനിച്ചവരെ മണ്ണിലേക്ക് അയക്കുന്നു സ്നേഹിച്ചവരെ ശോകത്തോടക്കുന്നു സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു ഓടിക്കും പുഴുവിനു വിരയാകുന്നു നാദാ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതാ തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തുന്നേക്കുമുള്ള പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരൻ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകൾ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതര മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടും സങ്കടത്തോടും നെടുവീർപ്പോടും കൂടി എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന ശേഖരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ വീഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവരുടെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത പാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. നിമിത്തമായി മരിച്ചവരെ ഉയർത്തി നിൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെയും ഉടയനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ആരെങ്കിലും കാണാനുണ്ടോ? കേരള സൈഡ് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുവാങ്ങാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനോ മനുഷ്യനായി
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ പിതാവുകൾക്ക് വാഗ്ദത്തവും അവസാനത്തോടും തന്റെ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവോ പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള നിന്റെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ധനസിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകട്ടെ. സംസ്കാരത്തിന്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടി അടച്ച് കുടിയിലേക്ക് കൊണ്ടുപോവുകയാണ്.